ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്താണ് എഴുതിയേക്കാൻ? അത് ഉപയോഗിച്ചിട്ട് ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കാരണവശാലും കമ്പനിക്ക് നേരെ കേസ് എടുക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ മുകളിൽ അവര് എഴുതി വെച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യം എന്നത്. മനസ്സിലായോ? അത്രയും അതിൽ എഴുതിച്ചിട്ടുള്ളത് എന്ന് കുട്ടികൾക്ക് കൈനട്ടാത്ത വിധത്തിൽ വേണം ഉപയോഗിക്കാൻ. കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോൾ മാതാപിതാക്കളുടെ നിരീക്ഷണത്തിലായിരിക്കണം. കാരണം ഇതിൽ ജലാറ്റിനുണ്ട്, എല്ലുപൊടിയുണ്ട്, ക്ലോറൈഡ്. ജലാറ്റിൻ എല്ലുപൊടി മനസ്സിലായില്ലേ? ചത്ത മകങ്ങളുടെ കൊന്ന മകങ്ങളുടെ എല്ല് പുഴുങ്ങി കഴുകി ബ്ലീച്ച് ചെയ്ത് പുഴുങ്ങി ഉണക്കി പൊടിച്ചത്. അതാണ്. അതെന്തായിട്ട് ചേർക്കുന്നത്? നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിന്റെ മുകളിൽ അഴുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പാത്രം കഴുകാറുണ്ടോ വീട്ടിൽ? പാത്രം കഴുകാറുണ്ട്. ആദ്യം ഈ പാത്രത്തിന്റെ അടി പിടിച്ച് ഞാൻ കറുത്ത കളറില്ലേ പാത്രത്തിന്റെ ഉള്ളിൽ, അപ്പൊ അത് പോകാൻ എന്താ ചെയ്യുക? സോപ്പിടുന്നത് എന്നിട്ട് പോയിട്ടില്ല, കഴിക്കുന്നത് എന്നിട്ട് പോയിട്ടില്ല. വലിയ പാത്രത്തിന്റെ കയ്യിൽ സോപ്പിട്ട് കഴിയുമ്പോൾ എന്നിട്ട് പോയി എങ്കിൽ നല്ല ചകിരിട്ട് വയ്ക്കുന്നതിന് പോയി സോപ്പ് പൊടി ഇട്ട് നന്നായി എടുത്തിട്ട് കുറച്ച് മണൽ അല്ലെങ്കിൽ ലേശം ചല്ലോ അരി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ ആ കറ പിടിച്ചത് പൂവും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ അറിയോ? അറിയോ? ഒന്നിനോട് ചോദിച്ചോളാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ ജലാറ്റിൻ? നമ്മുടെ വിഷുവിനും ദീപാവലിയൊക്കെ നമ്മൾ പടക്കം പൊട്ടിക്കും. ഈ പടക്കം പൊട്ടിച്ച് കമ്പ്യൂട്ടറിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊണ്ടൊരു കീട്ടുണ്ടാവും. അതാണ് ജലാറ്റിൻ. ഈ സാധനം പേസ്റ്റിൽ ചേർക്കുന്നുണ്ട്. ആ പേസ്റ്റ് അപ്പൊ നമ്മൾ പറയും ആ പേസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി പല്ല് തേച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ചായ കുടിക്കും. ശരിയല്ലേ? ചായ കുടിക്കുമ്പോൾ ആദ്യത്തെ കവർ കുടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? അപ്പൊ ഉള്ളിലേക്ക് ഇറങ്ങി പോകണ്ടോ ഇല്ലേ? ശരിയല്ലേ? കൊടൽജന്യമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഈ ജലാറ്റിൻ അടങ്ങിയ ഒരു പേസ്റ്റ്. അപ്പൊ ഒരു പേസ്റ്റ് അതിന്റെ 100 ഗ്രാം എന്താ പറയുക? ഒരു 100 ഗ്രാം പേസ്റ്റിന്റെ വില 80 രൂപ. ഇവിടെ ഒരു ഹെർബൽ ടൂത്ത്പേസ്റ്റ് ഉണ്ട്. പൊതു മാർക്കറ്റില് ഹെർബൽ ടൂത്ത്പേസ്റ്റിന്റെ വില എന്ന് പറയുന്നത് 102. അതിന്റെ കാര്യം കിട്ടുള്ളൂ. ഇപ്പൊ അതെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഹെർബൽ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നടന്ന ഒരാളല്ല. ഇവിടെ ഏതെങ്കിലും പേസ്റ്റ് മേടിച്ച് ഉപയോഗിക്കും. അപ്പൊ ഏറ്റവും ലോക്കൽ പേസ്റ്റിന് 80 രൂപ. ഇവിടെ ഒരു ഹെർബൽ ടൂത്ത്പേസ്റ്റിന് അതിന്റെ വില 65 രൂപ. എത്ര രൂപയുടെ വില വ്യത്യാസമാണ്? എന്തൊക്കെയുള്ളത്? ഇതില് ജലാറ്റിനുണ്ട്, എല്ലുപൊടിയുണ്ട്, ക്ലോറൈഡ്. ഇതിലെന്താണത്? ആര്യവേപ്പുണ്ട്, ഗ്രാമ്പുണ്ട്. നമുക്ക് പല്ലുവേദന പണ്ട് കാലത്തൊക്കെ എന്താ ചെയ്തത്? ഗ്രാമ്പ് എടുത്തിട്ട് അവിടെ നന്നായി കഴുകിയിട്ടെങ്കിൽ ഗ്രാമ്പ് എടുത്തിട്ട് കടിച്ച് പിടിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് വേദനയ്ക്കൊരു ആശ്വാസം കിട്ടും. ആര്യവേപ്പ് എന്തിനാ ഉപയോഗിക്കാം? അതെന്തായാലും ഗുണം ഉത്തരേന്ത്യ ഭാഗങ്ങളിലാണെങ്കിൽ പോയിട്ടുണ്ട്. നമ്മുടെ കേരളം, രാജസ്ഥാനോ അങ്ങനെ വേറെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കഥകളിൽ ആര്യവേപ്പിന്റെ കർമ്മം ഇത്ര നീളത്തിൽ കെട്ടി ഒരു കെട്ടാക്കിയിരുന്ന കഥകളിൽ തൂക്കിയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ ജലത്തിൽ വെല്ലുവിളി കൂടുതൽ വേണമെങ്കിൽ പേസ്റ്റ് വാങ്ങിക്കുന്നതിന് പകരം അവിടെ ഒരു ആര്യവേപ്പിന്റെ കമ്പാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ആര്യവേപ്പിന്റെ കമ്പ് കൊണ്ടാണ് പല്ല് തേക്കുക. ആര്യവേപ്പിന്റെ പ്രത്യേകത എന്താ? കക്കിലവേപ്പിന്റെ പ്രത്യേകത എന്താ? കക്കിലവേപ്പ് ഒരു ആന്റിബയോട്ടിക്കാണ്. അതിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കക്കിലവേപ്പ്. അതാണ് ഇതിൽ ചേർത്തേക്കുന്നത്. ഇവിടെ ആരോഗ്യം നഷ്ടപ്പെടുകയോ ഇല്ലേ? നഷ്ടപ്പെടുകയോ ഇല്ലേ? നഷ്ടപ്പെട്ടു. ശരിയല്ലേ? ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുമില്ലേ? കിട്ടും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആസ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ? ഒന്ന്, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. രണ്ട്,
ചെലവ് കൂടാണോ കുറയാണോ? ചെലവ് ചെലവ് കൂട് ചെലവ് കുറയാണോ? ആർസിൽ യൂസ് ചെയ്യുന്ന കാര്യമില്ല. സാധാരണ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ നാട്ടില് നമുക്ക് വീട്ടിൽ ചെലവ് കൂടാണോ കുറയാണോ? സാധനങ്ങളെല്ലാം കൂടുതലാണോ? കൂടുതലാണോ? ചെലവ് കൂടുതലേ? ചെലവ് കൂടുതലാണ്. ഇത് കുറയ്ക്കാൻ എന്താ ചെയ്യണം? ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നത്. അപ്പൊ ഞാൻ ആ സാധനങ്ങൾ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു പെട്രോളിന് ഇടയ്ക്ക് വില കൂടുതൽ, വില എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതിനനുസരിച്ച് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് ആക്കിയാൽ കിട്ടിയോ? സാധനം ഞാൻ പറയുമ്പോ അത് നിങ്ങൾ പറയും അത് ആള് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് കൊണ്ടാണെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഞാൻ അറിയില്ല. ഓയിൽ ഉപയോഗിച്ചിട്ട് എന്താണ് സാധനത്തിന്റെ ഗുണം? അപ്പോ കഴിക്കുമ്പോ കണ്ടുവരുന്നതാണ് 60% നടക്കുന്ന മൃഗത്തിന്റെ ചോര ഉണക്കി പൊടിച്ച് ചേർത്തത് കളർ കിട്ടാൻ വേണ്ടി. മനസ്സിലായിട്ടോ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ നമ്പർ 1 തേയിലയാണ് ആസാം തേയില. എന്താ ഇത് പ്രത്യേകത? ആസാം തേയിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 രീതിയിലുള്ള കാലാവസ്ഥയാണ്. രാവിലെ നല്ല മഞ്ഞ്, ഉച്ചയ്ക്ക് നല്ല വെയില്, വൈകിട്ട് ചെറിയ ഇരുപത് കൂടിയിട്ടുള്ള മഴ. 3 രീതിയിലുള്ള കാലാവസ്ഥ. ആ കാലാവസ്ഥയിൽ പറയുന്ന തേയിലയാണ്. ഇത് വെക്കുമ്പോൾ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം വെക്കുമ്പോൾ തന്നെ ഇടണം. സാധാരണ നമ്മൾ തേയില ഉപയോഗിക്കും എന്റെ വെള്ളം വെക്കുമ്പോൾ തന്നെ കുഴപ്പം കഴിക്കും. നിങ്ങൾ ചായ കുടിച്ചിട്ട് നല്ല കഴിപ്പുണ്ട്, നല്ല ടേസ്റ്റ്, ഒരു ചെറിയ കഴിപ്പുണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാ കാരണം? മായ കാരണമാണ്. നല്ല തേയില എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വിടാം. 3 റോസർ തേയില എന്ന് കേട്ടിട്ടുണ്ടോ? 3 റോസർ തേയില അരക്കിലോന് 430 രൂപ വരെ. പിന്നെ പറഞ്ഞിട്ട് 100 സംതിങ്ങിൽ നമുക്ക് ഇത് കിട്ടും. എത്ര രൂപയുടെ വില വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾ ഈ തേയില ഇതിന്റെ വേറെ തേയിലയില്ല. ഇത് റിപ്പീറ്റബിളാണ്. 2 വട്ടം നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായി? മറ്റേ തേയില പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ സാമ്പിൾ ഇത് കൊണ്ടുപോകുന്നത് ഇത് കൊണ്ടുപോയിട്ട് 2 ഗ്ലാസ് വെള്ളം ഈ തേയില പച്ചവെള്ളം എടുക്കും. ഈ തേയില കുറച്ച് ഒരു ലക്ഷം ഈ വെള്ളത്തിലെടുക്കും. നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന കമ്പനിയാണ് പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന തേയില നിങ്ങൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. ഇത് വെള്ളം വേണ്ടിയിലേക്ക് തണച്ചാലെ കഴിക്കണം. മറ്റ് വെള്ളം തോന്നാൻ കഴിക്കണം. എല്ലാ വെള്ളത്തിലും അത്രയും